അബ്രഹാമിൻ്റെ പരീക്ഷ. ബൈബിളിൽ വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ഏറ്റവും ശക്തമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ് അബ്രഹാമിൻ്റെ പരീക്ഷ. ഉൽപ്പത്തി 22 ദൈവം അബ്രഹാമിനോട് അവൻ്റെ പ്രിയപ്പെട്ട മകൻ ഇസഹാക്കിനെ, വാഗ്ദാനത്തിൻ്റെ മകനെ, മോറിയ മലയിൽ ഹോമയാഗമായി അർപ്പിക്കുവാൻ കൽപ്പിച്ചു. ഈ കൽപ്പന വികാരപരമായും വളരെ വേദനാജനകമായിരുന്നു. കൂടാതെ ദൈവം തന്ന വാഗ്ദാനത്തിന് വിരുദ്ധമായും തോന്നി. കാരണം അബ്രഹാം അനേകം ജാതികളുടെ പിതാവാകുമെന്ന് ദൈവം പറഞ്ഞിരുന്നതിൻ്റെ നിറവേറൽ ഇസഹാക്കിലൂടെയായിരുന്നു. എങ്കിലും അബ്രഹാം ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചു. രാവിലെ തന്നെ യാത്രയ്ക്ക് തയ്യാറായി. ഇസഹാക്കിനെയും 2 ദാസന്മാരെയും കൂട്ടി പുറപ്പെട്ടു. മലയിലെത്തുമ്പോൾ ദാസന്മാരെ അയച്ചു. മകനെ കൂട്ടി അവൻ മുന്നോട്ട് നീങ്ങി. യാഗത്തിനുള്ള മരങ്ങൾ എടുത്തുകൊണ്ട് അവർ നടന്നു. വഴിമധ്യേ ഇസഹാക്ക്, യാഗത്തിനുള്ള കുഞ്ഞാടെവിടെയെന്ന് ചോദിച്ചു. അതിന് അബ്രഹാം മറുപടി പറഞ്ഞു, ദൈവം തന്നെയാണ് കുഞ്ഞാടിനെ ഒരുക്കുക. യാഗസ്ഥാനത്ത് എത്തിയപ്പോൾ അബ്രഹാം ബലിപീഠം പണിതു, മരങ്ങൾ ക്രമപ്പെടുത്തി, മകനെ കെട്ടി അതിന്മേൽ കിടത്തുകയും ചെയ്തു. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് കത്തി ഉയർത്തിയപ്പോൾ യഹോവയുടെ ദൂതൻ വിളിച്ച് അവനെ നിർത്തിച്ചു. ദൈവം അബ്രഹാമിൻ്റെ ഉറച്ച വിശ്വാസവും അനുസരണവും കണ്ടു. അപ്പോൾ ഇസഹാക്കിന് പകരം കാട്ടിൽ കുടുങ്ങിയ ഒരു ആട്ടുകൊറ്റനെ ദൈവം ഒരുക്കി. ഇത് തെളിയിച്ചത് ദൈവം ഒരിക്കലും ഇസഹാക്കിനെ കൊല്ലാൻ ഉദ്ദേശിച്ചില്ലെന്നതാണ്. പക്ഷേ അബ്രഹാമിൻ്റെ ഹൃദയം ദൈവത്തെക്കാൾ മറ്റൊന്നിൽ ആശ്രയിക്കുന്നുവോ എന്ന് പരീക്ഷിക്കുകയായിരുന്നു. അബ്രഹാമിൻ്റെ വിശ്വാസം ഉറച്ചതായിരുന്നു. അതിനാൽ ദൈവം വീണ്ടും അനുഗ്രഹ വാഗ്ദാനം പുതുക്കി. അബ്രഹാമിൻ്റെ പരീക്ഷ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുക എന്നതാണ്. സത്യമായ വിശ്വാസം. അവൻ്റെ കൽപ്പനകൾ ബുദ്ധിമുട്ടുള്ളതായിരുന്നാലും ദൈവം എല്ലായ്പ്പോഴും ഒരുക്കുന്നതും അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നതുമാണ്. വിശ്വാസം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നതിൽ മാത്രമല്ല, മറിച്ച് അവൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായും കീഴടങ്ങുന്നതിലും ആണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.